ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു. നിലമ്പൂർ പോലീസ് ക്യാമ്പ് ഭാഗത്ത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് കനോലി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അതിന്റെ പ്രധാന കാരണം അടുത്ത കാലത്തായിട്ട് വന്യമൃഗശല്യങ്ങൾ വളരെ ഗൗരവമായി ഞങ്ങളുടെ അസോസിയേഷൻ പരിധിയിൽ ഗൗരവമാണ്. ശരിക്കും 4 ദിവസമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു പുലിയുടെ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് വന്നു. അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങളവിടെ വേറെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ക്യാമ്പ് റോഡിൻ്റെ അപ്പുറത്തെ ഭാഗം ഞങ്ങളെ ഏരിയ എന്ന് പറയുന്നത് വടവറം പാലം മുതൽ മറ്റേ AVR വർക്ക്ഷോപ്പിൻ്റെ ആ റോഡ് വരെയാണ്. ഇതിനകത്ത് ഏതാണ്ട് 10-50 വീടുകളും ഏതാണ്ട് 100-150 നിവാസികൾ താമസിക്കുന്ന മേഖലയാണ്. പൂർണ്ണമായും ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. അതിനകത്ത് ഈ ക്യാമ്പ് റോഡിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് വർഷങ്ങളോളമായിട്ട് ഈ കേടുന്ന വണ്ടികൾ പോലീസ് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. അപ്പം അങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറുകിട വന്യമൃഗങ്ങളൊക്കെ ഇതിനകത്താണ് താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഈ പിടിച്ചിട്ട വണ്ടിൻ്റെ അടിഭാഗങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, ആ ക്യാമ്പ് റോഡാണ് ചാലിയാർ പുഴയിലേക്ക് നിത്യകർമ്മ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുജനങ്ങൾ സഞ്ചരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പാട്ടുത്സവ കാലത്തൊക്കെ ആളുകൾ ഇവിടെ താമസിച്ച് അവരുടെ നിത്യകർമ്മത്തിന് വേണ്ടി അത് രാവിലെയൊക്കെ പോകുന്ന ഒരു മേഖലയാണ്. കാട് വെട്ടി വൃത്തിയാക്കുകയും ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തെ പഴയ വാഹനം നീക്കം ചെയ്യുകയും വേണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് നോർത്ത് DFOയ്ക്കും നിലമ്പൂർ SHOയ്ക്കും അസോസിയേഷൻ നിവേദനം നൽകി. നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ്, MSP ക്യാമ്പ്, പണി നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ പുലിയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു. MSP ക്യാമ്പിൽ രാത്രി ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ജീവൻ രക്ഷാർത്ഥം വെടിവെച്ചതുകൊണ്ടാണ് പുലിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആഴ്ചകൾക്ക് മുൻപ് രാത്രി കടകൾ അടച്ചു വീട്ടിലേക്ക് പോകുന്നവർ വട്ടപ്പൊയിൽ ഭാഗത്തും മറ്റും പട്ടികളുടെ അസാധാരണമായ ശബ്ദം കേട്ടതും പിന്നീട് പട്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടതും പ്രദേശത്ത് പുലിഭീതി ശക്തമാക്കുകയാണ്. അതേസമയം ഈ പ്രദേശത്താണ് പോലീസ് വാഹനങ്ങൾ പിടിച്ച് ഡംപ് ചെയ്തിട്ടുള്ളത്. വാഹനത്തിന്റെ അടിഭാഗത്തായി പന്നി, മുള്ളംപന്നി, പട്ടികൾ, പാമ്പ്, മറ്റിഴജന്തുക്കൾ തുടങ്ങിയവ തമ്പടിച്ചിരിക്കുകയാണെന്നും കനോലി റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 2 കിലോമീറ്റർ ദൂരത്തിൽ നിരവധി വ്യാപാര കെട്ടിടങ്ങളും 50-ലധികം വീടുകളുമുണ്ട്. നിരവധി കുടുംബങ്ങളും താമസിച്ചു വരുന്നുണ്ട്. മാത്രമല്ല, ചാലിയാർ പുഴ കടവിലേക്ക് സ്ത്രീകളും കുട്ടികളും മറ്റ് പൊതുജനങ്ങളും ക്യാമ്പ് റോഡ് വഴിയാണ് പോകുന്നത്. ക്യാമ്പ് റോഡും പരിസരവും രാത്രി സമയത്തും ജനസഞ്ചാര മേഖലയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ശല്യമില്ലാതെ താമസിക്കാനും ചാലിയാർ പുഴ ആശ്രയിക്കുന്നവർക്ക് ഭയമില്ലാതെ സഞ്ചരിക്കാനും അവസരം ഒരുക്കണമെന്നും വനപ്രദേശത്ത് പിടിച്ചിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കനോലി അസോസിയേഷൻ പ്രസിഡന്റ് MC അബു, സെക്രട്ടറി KV ജയന്തൻ, ട്രഷറർ CD P രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് വളകളുടെ വിസ്മയമൊരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാംഗിൾ ഫെസ്റ്റ്. സെപ്റ്റംബർ 1 മുതൽ 10 വരെ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, സ്കൈ ടവർ, നിലമ്പൂർ. ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ.